ഹായ് ഓൾ, വെൽക്കം ടു അലിഫ് അക്കാദമി ഓഫ് മെഡിക്കൽ കോഡിംഗ് ക്ലാസ്സസ്. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അനസ്തേഷ്യ. നമ്മുടെ CPT ചാപ്റ്റേഴ്സിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് അനസ്തേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ അനസ്തേഷ്യയുടെ കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. സോ അനസ്തേഷ്യ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു സർജറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമുക്കതിൽ വേദന അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മെഡിസിൻസിനെയാണ് നമ്മൾ അനസ്തേഷ്യ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അത് ഐ ഡ്രോപ്സ് അതുപോലെ തന്നെ സ്പ്രേ രൂപത്തിൽ പിന്നെ ഇഞ്ചക്ഷൻ രൂപത്തിലൊക്കെയാണ് നമ്മൾ കൊടുക്കാറ്. ഓക്കെ, ഇനി നമ്മൾ CPTയിൽ അനസ്തേഷ്യ ചാപ്റ്റേഴ്സ് കോഡ് ചെയ്യുമ്പോൾ നമ്മൾ 4 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഒരു കോഡ് എടുക്കുമ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് സർജിക്കൽ പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണ് അനസ്തേഷ്യ കൊടുക്കുന്നതെന്ന് നോക്കണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മോഡിഫയേഴ്സ് കൊടുക്കുക. ഏത് പ്രൊവൈഡർ ആണ്, അതായത് അനസ്തേഷ്യോളജിസ്റ്റ് ആണോ, CRNA ആണോ, അതല്ലെങ്കിൽ സർജൻ ആണോ അനസ്തേഷ്യ കൊടുക്കുന്നതെന്ന് നോക്കിയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മോഡിഫയേഴ്സ് അപ്പെൻഡ് ചെയ്യുക. ഫിസിക്കൽ സ്റ്റാറ്റസ് മോഡിഫയേഴ്സ്, അതായത് പേഷ്യൻ്റെ ഫിസിക്കൽ സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് P1 മുതൽ P6 വരെയുള്ള മോഡിഫയേഴ്സിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള മോഡിഫയർ കൊടുക്കുക. ദെൻ റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ക്വാളിഫയിങ് സർക്കംസ്റ്റാൻസസ് അപ്പെൻഡ് ചെയ്യുക. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഒരു കോഡ് എടുക്കുമ്പോൾ, അനസ്തേഷ്യ കോഡ് എടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ. ഓക്കെ, അടുത്തത് നമ്മുടെ അനസ്തേഷ്യയുടെ ടൈപ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 4 ടൈപ്പാണ് നമുക്ക് അനസ്തേഷ്യ വരുന്നത്. ഫസ്റ്റ് വൺ ജനറൽ അനസ്തേഷ്യ. ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ബോഡി അനസ്തറ്റൈസ്ഡ് ആയിട്ട് നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. ഒരു പേഷ്യൻ്റ് ഉറങ്ങി കിടക്കുന്ന പോലെ ആയിരിക്കും, നമുക്ക് ഫുൾ ബോഡി വേദനയൊന്നും അറിയില്ല. അതാണ് ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയും. റീജിയണൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലാർജർ ഏരിയനെ അനസ്തറ്റൈസ്ഡ് ആക്കാം. ഫുൾ ബോഡി അല്ലാതെ നമുക്ക് അരക്കി കീപ്പിട്ട് അതല്ലെങ്കിൽ നമുക്കൊരു കൈ ഒരു കാല് അങ്ങനെയൊക്കെ ആയിട്ട് അനസ്തറ്റൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റീജിയണൽ അനസ്തേഷ്യ. അപ്പോൾ ഈ റീജിയണലിൻ്റെ അണ്ടറിൽ നമുക്ക് 3 ടൈപ്പ് വരുന്നുണ്ട്: എപ്പിഡ്യൂറൽ, സ്പൈനൽ ആൻഡ് നെർവ് ബ്ലോക്ക്. ഓക്കെ, പിന്നെ മൂന്നാമത്തേതാണ് മാക്ക്. മാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണിറ്റേർഡ് അനസ്തേഷ്യ കെയർ. മാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ബോഡി വേദനയൊന്നും അറിയില്ല, പക്ഷെ നമ്മൾ കോൺഷ്യസ് ആയിരിക്കും. ഇപ്പോൾ ഡോക്ടേഴ്സ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ കാലിങ്ങോട്ട് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അനുസരിക്കാൻ പറ്റും. ഓക്കെ, അതായത് ഉറങ്ങിക്കിടക്കില്ല പേഷ്യൻ്റ്, പക്ഷെ ഫുൾ ബോഡി നമുക്ക് വേദനയൊന്നും അറിയില്ല. നാലാമത്തതാണ് ലോക്കൽ അനസ്തേഷ്യ. നമ്മൾ ചെറിയൊരു ഏരിയനെ ഒരു സ്റ്റിച്ച് ഇടാനോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ, ഇൻസിഷൻ ആൻഡ് ഡ്രെയിനേജ് പോലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ഭാഗം മാത്രം അനസ്തറ്റൈസ്ഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ലോക്കൽ അനസ്തേഷ്യയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് അനസ്തേഷ്യ ഇൻക്ലൂഡഡ് സർവീസസ് ആൻഡ് എക്സ്ക്ലൂഡഡ് സർവീസസ് ആണ്. അനസ്തേഷ്യ സർവീസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഇൻട്രാ ഓപ്പറേറ്റീവ് വിസിറ്റ്സ്, അതുപോലെ തന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വിസിറ്റ്സ്, ദെൻ പ്രീ ഓപ്പറേറ്റീവ് വിസിറ്റ്സ്, ഇൻട്രാ ഓപ്പറേറ്റീവ് സർവീസസ് ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. എന്തെങ്കിലും ഫ്ലൂയിഡ്സ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക, ബ്ലഡ് കൊടുക്കുക, അതുപോലെ തന്നെ കാപ്നോഗ്രഫി, ECG, ടെമ്പറേച്ചർ നോക്കുക, അനസ്തേഷ്യ ഗ്യാസസ് ചെക്ക് ചെയ്യുക, ഇതൊക്കെ അനസ്തേഷ്യയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ സെപ്പറേറ്റ് അനസ്തേഷ്യ കോഡ്സിൻ്റെ കൂടെ സെപ്പറേറ്റ്ലി കോഡ് ചെയ്യാൻ പാടില്ല. ഇനി എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള സർവീസസ് വരുമ്പോൾ ആർട്ടീരിയൽ ലൈൻസ്, സെൻട്രൽ വീനസ് ആൻഡ് സ്വാൻ കാൻസ്, ഇതാണ് എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള സർവീസസ്. അപ്പോൾ അനസ്തേഷ്യോളജിസ്റ്റ് ഇത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ്ലി കോഡ് ചെയ്യേണ്ടി വരും അനസ്തേഷ്യ കോഡ്സിൻ്റെ കൂടെ. ഇനി നെക്സ്റ്റ് വരുന്നത് അനസ്തേഷ്യയുടെ ടൈമാണ്. അനസ്തേഷ്യയുടെ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു പേഷ്യൻറ്റിനെ സർജറി റൂമിലോട്ട് കൊണ്ടുവന്നിട്ട് അനസ്തേഷ്യയുടെ പ്രിപ്പയർ ചെയ്യുന്ന ടൈം മുതൽ, അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യുന്ന ടൈം മുതൽ ആഫ്റ്റർ സർജറി പേഷ്യൻറ്റിനെ വേറൊരു റൂമിലോട്ട്, അതായത് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിലോട്ട് മാറ്റുന്നത് വരെയുള്ള ടൈമിനെയാണ് നമ്മൾ അനസ്തേഷ്യ ടൈം എന്ന് പറയുന്നത്. അല്ലാതെ സർജറി തുടങ്ങി സർജറി അവസാനിക്കുന്ന ടൈമല്ല നമ്മൾ എടുക്കേണ്ടത്. എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണത്. എപ്പോഴും അനസ്തേഷ്യയുടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈം ഉണ്ട്. അനസ്തേഷ്യ സ്റ്റാർട്ട് ടൈം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ കാണാൻ പറ്റും. അതാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് ടൈം എടുക്കേണ്ടത്. അത് PACU അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പേഷ്യൻറ്റിനെ വേറൊരു റൂമിലോട്ട് ചേഞ്ച് ചെയ്യും ആഫ്റ്റർ സർജറി. അതാണ് നമ്മൾ എൻഡ് ടൈം ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അനസ്തേഷ്യയുടെ ചാർജിൻ്റെ ഫോർമുലയാണ്. അനസ്തേഷ്യ ചാർജ് കാണാൻ ഒരു ഫോർമുല വരുന്നത് B+T+M × C ആണ്. അതിൽ B എന്ന് പറയുന്നത് ബേസ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും.
ദെൻ ടി എന്ന് പറയുന്നത് അനസ്തേഷ്യ ടൈമിനെ നമ്മൾ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് അതിന് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് ടി ആയിട്ട് അപ്പൻഡ് ചെയ്യുന്നത്. ദെൻ എം എന്ന് പറയുന്നത് മോഡിഫൈങ് ഫാക്ടർ എന്ന് പറയും, അല്ലെങ്കിൽ എക്സ്ട്രാ ബേസ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ദെൻ സി ഈസ് ഈക്വൽ ടു ക്വാളിഫൈങ് സർക്കംസ്റ്റാൻസസിൻ്റെ കൺവേർഷൻ ഫാക്ടർ. അതാണ് സി ആയിട്ട് നമ്മൾ അപ്പൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം അപ്പൻഡ് ചെയ്തിട്ട് അതൊക്കെ നമുക്ക് ടി മാത്രമാണ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ കറക്റ്റായിട്ട് അനസ്തേഷ്യയുടെ ടൈമിനെ നമ്മൾ കറക്റ്റായിട്ട് മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് മോഡിഫയേഴ്സിനെ കുറിച്ചിട്ട് പറയാം. ഫസ്റ്റ് നമുക്ക് ഫിസിക്കൽ സ്റ്റാറ്റസ് മോഡിഫയേഴ്സ്. ഒരു അനസ്തേഷ്യ കൊടുക്കുന്ന പേഷ്യൻ്റെ ഫിസിക്ക് എങ്ങനെയാണെന്നുള്ള ഒരു മോഡിഫയർ നമ്മൾ നിർബന്ധമായിട്ട് അപ്പൻഡ് ചെയ്യേണ്ടതുണ്ട്. P1 എന്ന് പറയുന്നത് ഒരു ഹെൽത്തി പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഹെൽത്തി പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ P1 ആണ് കൊടുക്കുക. ദെൻ P2 വരുന്നത് മൈൽഡ് ആയിട്ടുള്ള സിസ്റ്റമിക് ഡിസീസ് ഉള്ള പേഷ്യൻസിന്, അതായത് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ ഒരു ഡയബറ്റീസോ അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ P2 ആണ് നമ്മൾ അപ്പൻഡ് ചെയ്യുക. ദെൻ P3 വരുന്നത് സിവിയർ സിസ്റ്റമിക് ഡിസീസ്. സിവിയർ സിസ്റ്റമിക് ഡിസീസ് എന്ന് പറയുന്നത് ഈ ഹൈപ്പർ ടെൻഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ക്രോണിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ട്, പക്ഷെ അത് അൺകൺട്രോൾഡ് ആയിട്ട് വരുന്ന ഒരാൾക്കാണ് നമ്മൾ P3 കൊടുക്കുന്നത്. ഇനി P4 വരുമ്പോൾ ഈ ഒരു അൺകൺട്രോൾഡ് ഡിസീസ് അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ക്രോണിക് കണ്ടീഷൻ സിവിയർ ആയിട്ട് വരുമ്പോൾ, അതായത് എപ്പോഴും ഒരു ത്രെട്ടായിട്ട് വരുമ്പോൾ, എപ്പോഴും ഹോസ്പിറ്റലൈസേഷൻ അങ്ങനെ എപ്പോഴും ലൈഫിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രോണിക് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ P4 ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഹിപ്പിക്സ് മോഡിഫയേഴ്സ് നമ്മുടെ അനസ്തേഷ്യ ചാപ്റ്ററിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് അത്. ആരാണ് അനസ്തേഷ്യ കൊടുക്കുന്നതെന്ന് അനുസരിച്ചിട്ട് കൊടുക്കുന്ന കുറച്ച് ഹിപ്പിക്സ് മോഡിഫയേഴ്സ് ആണ്. അപ്പോൾ അനസ്തേഷ്യോളജിസ്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ AA, അതുപോലെ തന്നെ AD, പിന്നെ QK എന്ന് പറയുന്ന മോഡിഫയേഴ്സ്, ഈ മൂന്നിലേതെങ്കിലും ഒന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. അനസ്തേഷ്യോളജിസ്റ്റ് ആകെ ഒരു പ്രൊസീജിയർ മാത്രമേ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. ദെൻ നമ്മളെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അനസ്തേഷ്യ ബൈ അനസ്തേഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ AA എന്ന് പറയുന്ന മോഡിഫയറും, ഒരേ സമയം 4ൽ കൂടുതൽ പ്രൊസീജിയർ അനസ്തേഷ്യോളജിസ്റ്റ് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ AD എന്ന് പറയുന്ന മോഡിഫയറും, 4ൽ താഴെയാണെന്നുണ്ടെങ്കിൽ QK എന്ന് പറയുന്ന മോഡിഫയറും ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി സർജൻ തന്നെയാണ് അനസ്തേഷ്യ കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ അനസ്തേഷ്യ കോഡ്സ് യൂസ് ചെയ്യരുത്. സർജൻ ചെയ്ത സർജറി കോഡിന്റെ കൂടെ 47 എന്ന് പറയുന്ന മോഡിഫയർ ആണ് യൂസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നത് CRNAയുടെ മോഡിഫയേഴ്സ് ആണ്. CRNAക്ക് 3 മോഡിഫയേഴ്സ് ഉണ്ട്, QX, QY ആൻഡ് QZ. അതിൽ QX എന്ന് പറയുന്നത് ഒരു സർജന്റെ സൂപ്പർവിഷനോട് കൂടി CRNA നമ്മുടെ അനസ്തേഷ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ QX-ഉം, ദെൻ ഒരു അനസ്തേഷ്യോളജിസ്റ്റിന്റെ സൂപ്പർവിഷനോട് കൂടിയിട്ട് CRNA കൊടുത്തിട്ടുണ്ടെങ്കിൽ QY-യും, ആരുടെയും സൂപ്പർവിഷൻ ഇല്ലാതെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ QZ-ഉം ആണ് യൂസ് ചെയ്യുക. ഇനി മൂന്നാമത് വരുന്നത് മാക്കിന്റെ മോഡിഫയേഴ്സ് ആണ്. മാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി 2 മോഡിഫയേഴ്സ് വരുന്നുണ്ട്. അതായത് മാക്ക് കൊടുത്തതിന് നമ്മളൊരു മോഡിഫയർ കൊടുക്കും, ദെൻ അത് ആരാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്തത് എന്നുള്ളതിന് വേറൊരു മോഡിഫയർ. ചിലപ്പോൾ CRNA ആവാം, അതല്ലെങ്കിൽ അനസ്തേഷ്യോളജിസ്റ്റ് ആവാം. അപ്പോൾ 2 മോഡിഫയേഴ്സ് മാക്കിന്റെ കേസിൽ വരുന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർക്കണം. ഓക്കെ, ഇനി മാക്കിൽ നമുക്ക് 3 മോഡിഫയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് QS, G8, G9. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ അത് ആരാണ് കൊടുത്തതെന്നുള്ള മോഡിഫയറും കൂടെ കൊടുക്കണം. ഇതിൽ വെറുതെ ജസ്റ്റ് മാക്ക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അതൊരു ഡീപ്പ് ആയിട്ടുള്ള കോംപ്ലക്സ് പ്രൊസീജിയറിന് അങ്ങനെയൊന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ QS കൊടുക്കുക. പിന്നെ G8 യൂസ് ചെയ്യേണ്ടത് ഒരു ഡീപ്പ് ആയിട്ടുള്ള കോംപ്ലക്സ് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് മാക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ G8 കൊടുക്കുക. ഒരു കാർഡിയോ പൾമണറി ഹിസ്റ്ററി ഉള്ള ഒരു പേഷ്യൻറ്റ്, എന്തെങ്കിലും ഹാർട്ട് കണ്ടീഷനോ അല്ലെങ്കിൽ ഒരു ലങ് കണ്ടീഷനോ ഒക്കെ ഉള്ള ഒരു പേഷ്യൻറ്റിന്, ഇപ്പോൾ നമ്മൾ മുൻപ് ഉണ്ടായിരുന്ന ഒരു പേഷ്യൻറ്റിന് ഇപ്പോൾ നമ്മൾ മാക്ക് കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ G9 കൊടുക്കുക. ലാസ്റ്റ് വൺ G9 ആണ് മാക്കിൻ്റെ ലാസ്റ്റ് മോഡിഫയർ. ഒരു കാർഡിയോ പൾമണറി ഹിസ്റ്ററി ഉള്ള പേഷ്യൻറ്റിന് മാക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ G9 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്വാളിഫയിങ് സർക്കംസ്റ്റാൻസസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അനസ്തേഷ്യ കൊടുക്കുന്ന പേഷ്യൻസിന് എന്തെങ്കിലും റിസ്കുകൾ പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു ആഡ് ഓൺ കോഡും കൂടെ നമ്മൾ കൊടുക്കണം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 99-100 ആണ്. ഏജ് റിലേറ്റഡ് ആയിട്ട് കൊടുക്കുന്നതാണ്. 70 വയസ്സിന് മുകളിലുള്ളവർക്കോ അല്ലെങ്കിൽ 1 വയസ്സിന് താഴെയുള്ളവർക്കോ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ആ ഒരു ഏജിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 99-100 ആഡ് ഓൺ കോഡായി കൊടുക്കണം. അടുത്തത് 99-116 ആണ്. 116 ഹൈപ്പോ ടെമ്പറേച്ചർ, അതായത് പേഷ്യന്റ് ടെമ്പറേച്ചർ ഭയങ്കര ലോ ആണെന്നുണ്ടെങ്കിൽ 99-116 കൊടുക്കുക.
ദെൻ ഹൈപ്പോ ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ 99135 കൊടുക്കുക. ഒരു എമർജൻസി സിറ്റുവേഷനിലാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നതെങ്കിൽ 99140 കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അനസ്തേഷ്യ ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇതുപോലുള്ള വീഡിയോസിനായിട്ട് അലിഫ് അക്കാദമിയുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യാം.